ഈ കാണുന്നത് പുത്തങ്കാവിൽ നിന്ന് സെഞ്ചുറി റോഡാണ് ഈ കാണുന്നത്. പുത്തങ്കാവിൽ നിന്ന് സെഞ്ചുറിക്കുള്ള റോഡായി കാണുന്നത്. ഈ റോഡിൻ്റെ പുത്തങ്കാവിൽ നിന്ന് തിരിഞ്ഞ് ഇത് സെൻറ്റ് ആൻസീസ് സ്കൂളിൻ്റെ അവിടോട്ടുള്ള റോഡ്, അങ്ങാടിക്കൽ ജംഗ്ഷനിലോട്ട്. ഈ അങ്ങാടിക്കൽ ജംഗ്ഷനിലോട്ടുള്ള റോഡിൻ്റെ ഇവിടെ ഈ മൂലയ്ക്കായിട്ട് ഒരു ചെറിയ ഒരു ടാങ്ക് പോലെ സാധനമുണ്ട്. ഇത് കണ്ട, ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഇത് 2 വീലറുകാരും 4 വീലറിൻ്റെയൊക്കെ ടയർ കുത്തി കീറുകയൊക്കെ ചെയ്യും. നടന്നു പോകുന്നവരുടെ കാല് തട്ടും. മെയിനായിട്ട് 2 വീലറുകാർ അതേ കയറിയിട്ട് മറിഞ്ഞു വീഴും. ഇതാണ് സംഭവം. ഇതാണ് ഇത്. പല പ്രാവശ്യം ഇത് നമ്മൾ പലരോട് പറഞ്ഞതാണ്. ഇത് മൂലക്കായതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. ടയറെല്ലാം കീറും. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ബന്ധപ്പെട്ട അധികാരികളിൽ എത്തും വരെ ഇത് നടക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അപകടം പിടിച്ചതാണ്. ഇത് സെഞ്ചുറി റോഡാണ്. പുത്തങ്കാവിൽ നിന്ന് ഇതിപ്പോൾ കാണുന്നത് സെഞ്ചുറിയുടെ അവിടോട്ട് പോകുന്ന റോഡാണ്. പുത്തങ്കാവിൽ നിന്ന് ഇത് പുത്തങ്കാവിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് അങ്ങാടിക്കലോട്ട്, അതായത് സെൻറ്റ് ആൻസീസ് സ്കൂളിൻ്റെ അവിടോട്ടുള്ള റോഡ്. അതാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര അപകടം പിടിച്ചതാണ്. ഇത് ഇത്ര ഇത് ഈ മൂലയാണ് ഇരിക്കുന്നത്. കണ്ട, മൂലയാണ്. റോഡ് പണിയുന്നവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. ചിലപ്പോൾ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. ഭയങ്കര പ്രശ്നമായത്. ഇരുമ്പിൻ്റെയാണ് കാല് തട്ടിയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച്. ഇതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 4 വീലറൊക്കെ ഇവിടെ നമ്മൾ തിരിയുമ്പോൾ ബാക്ക് വീൽ വന്ന് അതേലാണ് കീറുന്നത്. അപ്പോൾ ആ മൂല കാരണം ബാക്ക് വീലിൻ്റെ ടയർ കുത്തി കീറാനും ഒക്കെ ചാൻസാണ്. നേരെ മറിച്ചൊരു 2 വീലർ ആണെന്നുണ്ടെങ്കിൽ അത് വന്ന് അതേ കീറുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വീഴും, ഉറപ്പാണ്. ഇവിടെ പലരും വീണിട്ടുണ്ട്. മറ്റ് വലിയ ഈ വളവായതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ മറിഞ്ഞു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽനടക്കാർ നടന്നു വരുന്നവർ അത് ശ്രദ്ധിക്കത്തില്ല. വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഇതേലോട്ട് വന്നാൽ